6 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. 6 നക്ഷത്ര ജാതകർക്ക് കോടീശ്വര യോഗം സംഭവിക്കാൻ പോവുകയാണ്. ഇവരുടെ സകല സമസ്ത ദുരിത ദുഃഖങ്ങളും തീർന്ന് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം, ധാരാളം ധനം വന്നു ചേരുന്ന സമയം, കഷ്ടതകൾ മാറി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുന്ന സമയം. ചിലരിതിനെ കോടീശ്വര യോഗം എന്ന് വിളിക്കും. നമുക്ക് ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകലും. നമുക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വന്നു ചേരും. ചിലർ അത് വിനിയോഗിക്കുന്നതോടുകൂടി അവരുടെ സകല കഷ്ടപ്പാടും മാറിക്കിട്ടും. കുറച്ച് ദിവസങ്ങളല്ല, ഒരായുസ് മുഴുക്കെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഈ നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല ദിനങ്ങളിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഇവരുടെ സകല സങ്കടങ്ങളും മാറുന്നു. ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും കോടീശ്വര യോഗവും ഒക്കെ വന്നു ചേരുന്നു. ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെ ഒരു മഹാഭാഗ്യം വന്നു ചേരുന്നത്? അവർ ഏതെല്ലാം ക്ഷേത്രത്തിൽ പോകണം, എന്തെല്ലാം വഴിപാടുകൾ സമർപ്പിക്കണം എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഒരുപാട് കാലങ്ങളായി ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഈ നക്ഷത്ര ജാതകരുടെ കോടീശ്വര യോഗമാണിത്. ഒരു പുതിയ വാഹനം വാങ്ങാൻ, പുതിയ നിലയിലെത്തിച്ചേരാൻ, ഒരു ജോലിക്ക് ശ്രമിക്കുന്നുവെങ്കിൽ ജോലി ലഭ്യമാകാൻ, സകല ശത്രുദോഷങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ലോട്ടറി ഭാഗ്യത്തിലേക്ക് വരെ എത്താൻ കഴിയുന്ന സമയം. അങ്ങനെ ജോലി ലഭിക്കുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്ന, കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന, എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന 6 നക്ഷത്ര ജാതകർ, ഇവർക്ക് കോടീശ്വര യോഗമാണ്. അവരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ, അത് കുറച്ചൊന്നുമല്ല, അല്പം വലിയ മാറ്റങ്ങൾ തന്നെയാണ്. അങ്ങനെ വലിയ മാറ്റം സംഭവിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അവിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടഭരദായിനിയും ത്രിപുരസുന്ദരിയും പ്രകളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ മുത്താരമ്മയ്ക്ക് പ്രത്യേക പൂജ ചെയ്ത് പ്രാർത്ഥിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നാളെ ശർക്കര പായസം നേദിച്ച് പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഇന്ന് രാത്രി 10 മണിയോടുകൂടി നിങ്ങൾ എഴുതുന്ന എല്ലാ കമൻറ്റുകളും ഞാൻ പേര് സഹിതം എഴുതിയെടുത്തിട്ട് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത്, സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന നക്ഷത്രം, അത് കാർത്തിക നക്ഷത്രം തന്നെയാണ്. കാർത്തികയ്ക്കിത് രാജാവിനെ പോലെ വാഴാൻ കഴിയുന്ന സമയമാണ്. രാജയോഗത്തിൻ്റെ സമയമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം കോടീശ്വര യോഗമെന്ന്. ഇത് കോടീശ്വര യോഗത്തിൻ്റെ സമയം തന്നെയാണ്. പ്രതിസന്ധികൾ അകലുന്നു, ദുരിത ദുഃഖങ്ങൾ മാറുന്നു, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അങ്ങനെ രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. സകല സങ്കടങ്ങളും മാറുന്നു, ധാരാളം ധനം വന്നു ചേരുന്നു, കടങ്ങളൊക്കെ മാറുന്നു, ഇടയ്ക്ക് ലോട്ടറി ഭാഗ്യവും വന്നു ചേരുന്നു. ഞാൻ ഈ പറയുന്നത് പൊതുവായ ഫലം മാത്രമാണ്. നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹനില അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായും നോക്കാം. പൂർണ്ണമായി ഫലമറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറുപടി തരും. 94 967 24 401 എന്നതാണ് വാട്സാപ്പ് നമ്പർ. ബന്ധപ്പെടുക, തീർച്ചയായും മറുപടി തരും. അപ്പോൾ കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ്. കഷ്ടതകളൊക്കെ മാറുന്നു, പ്രതിസന്ധികളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കാർത്തിക തന്നെയാണ്. കാർത്തികേയൻ. ഹരഹരോ മുരുക എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ്. 2ാമത്തെ നക്ഷത്രം എന്ന് പറയുന്ന രോഹിണി നക്ഷത്രമാണ്. നല്ല സമയമാണ്.
അനുകൂല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്. കൂട്ടിലകപ്പെട്ട ഒരു പക്ഷിയുടെ ഒരു അവസ്ഥ എന്നൊക്കെ ഇവർക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മാറാൻ പോവുകയാണ്. ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു. സ്വന്തം വീട്ടിൽ തന്നെ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. തനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ പലപ്പോഴും രോഹിണി നക്ഷത്ര ജാതകർക്ക് തോന്നാറുണ്ട്. അങ്ങനെ പല രീതിയിലും ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് രോഹിണി നക്ഷത്ര ജാതകർ. ഈ ഒരു അവസ്ഥ മാറും. ക്ഷേത്ര ദർശനം നടത്തണം. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും. എല്ലാ രീതിയിലും ധനം വന്നു ചേരും. ഒരു കോടീശ്വര യോഗത്തിനുള്ള യോഗമുണ്ട്. വിഷു ബമ്പറൊക്കെയാണ്. അതുപോലെ വിദേശ ലോട്ടറിക്കൊക്കെ അടിക്കുവാനുള്ള യോഗമൊക്കെ ഇവരിൽ കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം, മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരമാണ്. സ്വന്തമായി ഒന്നിലധികം വീടുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങാൻ യോഗമുള്ള നക്ഷത്രമാണ്. ഇനി ഇവിടെ ഇവരുടെ നിലകളൊക്കെ മാറും. സാമ്പത്തികമായി വലിയ ഉന്നതി വന്നു ചേരും. കോടീശ്വര യോഗം ഇവർക്കുണ്ടാകും. എല്ലാ ബുദ്ധിമുട്ടുകളും മാർക്കിട്ടും ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്ര ജാതകർക്ക് മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ലോട്ടറി ഭാഗ്യം, ഒരു പുതിയ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം, വിദേശത്ത് പോകാനുള്ള ഭാഗ്യം, അവിടെ നല്ല നിലയിൽ എത്തുവാനുള്ള ഭാഗ്യം, ഇതൊക്കെ സാധിക്കുന്ന സമയമാണ് പുണർതം നക്ഷത്ര ജാതകർക്ക്. ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഈ ഒരു ഭാഗ്യാനുഭവം നിങ്ങളുടെ 50 വയസ്സുവരെ നിങ്ങൾക്കുണ്ടാകും. 50 വയസ്സ് കഴിഞ്ഞവരാണ് എങ്കിൽ ഒരു 70 വയസ്സുവരെ ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. ഇവർ പല കുറുക്കു വഴികളും തേടിയവരാണ്. എന്നാൽ പലപ്പോഴും അബദ്ധങ്ങൾ മാത്രമാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഇനി വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നു. 18 വയസ്സിന് ശേഷം പങ്കാളിത്തത്തിനും ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഭാഗ്യമാണ് പൂയത്തിന്. ക്ഷേത്ര ദർശനം നടത്തണം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളെ ഭാഗ്യം കടാക്ഷിക്കും, രക്ഷപ്പെടും, യാതൊരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ഗ്രഹസ്ഥിതി നന്നായിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല ധനലാഭവും കാണുന്നുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, വേദനിപ്പിക്കരുത്. നല്ല സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ശിവപാർവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഈ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയം തന്നെയാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഏതായാലും വലിയൊരു കോടീശ്വര യോഗം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഈ വിഷു ബമ്പറൊക്കെ അടിക്കാനുള്ള സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട്. വലിയ തുകയൊന്നും അടിച്ചില്ലെങ്കിലും ഒരു കുഞ്ഞു സമാശ്വാസ സമ്മാനമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ 6 നക്ഷത്ര ജാതകരെത്തിയിരിക്കുന്നത്. ഒരു ലോട്ടറിയൊക്കെ എടുക്കാം. അമിതമായ ലോട്ടറിയൊന്നും എടുക്കരുത്. ലോട്ടറി അധികമായി എടുക്കുന്നത് ഒരു ചൂതാട്ടം തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഒരു ലോട്ടറിയൊക്കെ എടുക്കുക, ഒരു ഭാഗ്യ പരീക്ഷണം നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും, ഉറപ്പാണ്. അതുപോലെ തന്നെ ലക്കി നമ്പർ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. തീർച്ചയായും മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.